നമ്മളെ ഒരു പാമ്പ് കടിക്കാൻ വന്നാൽ കടിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ആ പാമ്പിൻ്റെ പുറകെ പോയി എന്തിനാണ് നമ്മളെ കടിച്ചത്, ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്, എന്ത് കാരണം കൊണ്ടാണ് നീ എന്നെ ഇപ്പോൾ കടിക്കുവാൻ തീരുമാനിച്ചത് എന്നൊന്നും അറിയുവാനും ചോദിക്കുവാനും പുറകെ പോകാറില്ല. നമ്മൾ ചെയ്യുന്നൊരു കാര്യം കടിയേറ്റാൽ ഉടനെ അതിനുള്ള പ്രതിവിധി കാണുന്നതിന് വേണ്ടി, പരിഹാരം കാണുന്നതിന് വേണ്ടി വൈദ്യൻ്റെ അടുത്തേക്ക്, ഹോസ്പിറ്റലിലേക്ക് ഓടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന അടുത്ത കാര്യം. എന്നാൽ ചില മനുഷ്യർ നമ്മളെ വേദനിപ്പിച്ചാൽ, ചില മനുഷ്യർ നമ്മളെ ഹർട്ട് ചെയ്താൽ, അവരുടെ വിഷം നമ്മളിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ പുറകിൽ എന്തുകൊണ്ട് നമ്മളെ കടിച്ചു എന്നുള്ളതിന് ഒരു വിശദീകരണമാണ്. എന്നാൽ നമ്മളെ വേദനിപ്പിച്ച മനുഷ്യരുടെ പുറകെ പോയി വിശദീകരണം ചോദിച്ചു കൊണ്ടിരുന്നാൽ നഷ്ടമാകുന്നത്, ഡിലേ ചെയ്യുന്നത് നമ്മുടെ തന്നെ സൗഖ്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വിശദീകരണമല്ല നമുക്ക് അവിടെ സൗഖ്യമാകുവാൻ ആവശ്യമായ കാര്യം. അവരുടെ വാക്കുകളല്ല നമ്മളെ പിന്നെ സൗഖ്യമാക്കേണ്ടത്. അവരുടെ വിശദീകരണങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കരുത്. അവരോട് ഡയലോഗ് ചെയ്യുന്നതിന് വേണ്ടിയല്ല, ഓടി രക്ഷപ്പെടുക. ഓടി രക്ഷപ്പെട്ടതിന് ശേഷം നമ്മളെ തന്നെ സെൽഫ് കെയർ ചെയ്യുക. നമ്മുടെ വേദന എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മുറിവിൻ്റെ ആഴം എത്ര ഗുരുതരമാണെന്ന് മനസ്സിലാക്കുക. ഒരു പാമ്പ് നമ്മളെ കടിക്കുന്ന സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടുവാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മനുഷ്യർ നമ്മളെ വേദനിപ്പിക്കുന്ന സമയത്ത് ഓടി രക്ഷപ്പെടുവാൻ മറന്നു പോകരുത്. പാമ്പിനോട് ചോദിക്കുക, എന്തുകൊണ്ട് നീ എന്നെ കടിച്ചു? വിഷം ഇറക്കുന്നതിന് വേണ്ടി പാമ്പ് തീരുമാനിച്ചു, പാമ്പ് കടിക്കുക തന്നെ ചെയ്തു. ഇതുപോലെ തന്നെയാണ് മനുഷ്യർ. അവർ അവരുടെ വിഷം ഇറക്കുവാനായിട്ട് അവരുടെ അസൂയയും അവരുടെ ദേഷ്യവുമൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കണ്ടത് നിന്നെയാണ്. കടിച്ചാൽ തിരിച്ച് കടിക്കുകയില്ല എന്നുള്ള ഉറപ്പുള്ള ഒരാളെ നോക്കി അവർ കടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മനുഷ്യർ ഡാമേജ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും സൗഖ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓടി രക്ഷപ്പെട്ടു വരുന്ന ഒരു സ്ഥലമുണ്ട്. ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ വന്ന് നമ്മളെ തന്നെ ബലപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ വന്ന് നമുക്ക് ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് വാക്കുകൾ നമ്മളോട് പറയണമെന്നും നമ്മളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നും ആകെ കൂടെ അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്. എന്തിനാണ് നമ്മൾ മനുഷ്യരുടെ പുറകെ ഓടുന്നത്? നമ്മളെ മുറിപ്പെടുത്തിയവരുടെ അടുത്തേക്കും അല്ലെങ്കിൽ ശക്തിയുണ്ട് എന്ന് കരുതുന്നവരുടെ അടുത്തേക്കും നമ്മൾ ഓടിപ്പോകുന്നത് നമ്മൾ നിർത്തണം. മനുഷ്യരുടെ സഹായം വ്യർത്ഥമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓടി രക്ഷപ്പെടുക, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് അഭയം പ്രാപിക്കുക. അതുമാത്രമാണ് ഈ ലോകം നമുക്ക് നൽകുന്ന മുറിവുകളുടെ ഏക പ്രതിവിധി എന്ന് പറയുന്നത്.